ചൂരൽമല ഭാഗത്തും കൂടുതൽ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ പറഞ്ഞോളൂ സാജിദ്. രമ്യ, ഈ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് പോവുകയാണ്. അവർക്കൊപ്പം നമ്മളും പോകുന്നുണ്ട്. ഇത് നിരവധി വീടുകൾ, കടകൾ ഒക്കെ ഉള്ള ചെറിയ ഒരു അങ്ങാടിയാണ്. അതായത് ചൂരൽമല ടൗൺ ആണ്. ഇതിന്റെ ഏതോ ഭാഗത്ത് ഈ രീതിയിൽ മൃതദേഹങ്ങൾ ലഭിച്ചു എന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് പോവുകയാണ്. അവർക്കൊപ്പം നമ്മളും ഉണ്ട്. വലിയ ആശങ്ക, കാരണം ഇത്രയും മണിക്കൂറുകളായി നമ്മളെല്ലാവരും തന്നെ നിന്ന സ്ഥലമാണ്. പക്ഷെ അതിൽ ആ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നതിന്റെ ഒരുപക്ഷെ അതിന്റെ തൊട്ട് താഴെയായി എല്ലാം തന്നെ ഈ രീതിയിൽ മൃതദേഹം ഉണ്ട് എന്ന് പറയുന്നു. അത്തരം കണ്ടെത്തലുകൾ, അത്തരം ശ്രമങ്ങൾ നേരത്തെ നടന്നിരുന്നു. ഈ വലിയ മരങ്ങളും മറ്റും മാറ്റുകയും ഈ JCB ഉപയോഗിച്ച് മാറ്റിയിരുന്നു. അപ്പോഴാണ് പല മൃതദേഹങ്ങളും കണ്ടത്. ഇന്നലെ ഈ ഭാഗത്തുനിന്ന് നിരവധി മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. ഇന്നിപ്പോൾ അത്തരം ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തകർ പോകുന്നത്. അവർക്കൊപ്പം നമ്മളുമുണ്ട്. എന്തായാലും ഈ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. എത്ര പേരെ കാണാനില്ല എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഈ റവന്യൂ വകുപ്പ് ഒരു കണക്ക് പറയുമ്പോഴും അതിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നത് എന്തെന്നാൽ ഈ തൊഴിലാളികളുടെ കണക്ക്, അതായത് തോട്ടം തൊഴിലാളികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഉണ്ട്. അവരുടെ HR വിഭാഗത്തിനും മറ്റും ഉണ്ട്. കാരണം ഹാരിസം മലയാളം പോലുള്ള വലിയ കമ്പനികളാണ്. പക്ഷേ ഈ സാധാരണ തൊഴിലാളികളായ ഉത്തരേന്ത്യക്കാരായ ആളുകളുണ്ട്. അവർക്ക് എന്തായാലും വലിയ ചളിയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഈ ചളിയിൽ പോയ അവസ്ഥയാണ്. ഈ രീതിയിൽ വലിയ ആഴത്തിലുള്ള ചളിയാണ്. ഞങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ ഈ രക്ഷാപ്രവർത്തകർ പറയുന്നുണ്ട് ഇവിടെ ഒരു സെപ്റ്റിക് ടാങ്ക്, കക്കൂസ് ടാങ്ക് ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഒരു പക്ഷെ നമ്മൾ ഇങ്ങനെ നടക്കുന്ന സമയത്തായിരിക്കാം ഇത്തരമൊരു അപകടം നടക്കുക. അത് ഈ അപകടം ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ നിരവധി വീടുകളുള്ള സ്ഥലമാണ്. ആ വീടുകളുള്ള സ്ഥലത്ത് ആണ് ഇത്തരം ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെയുള്ള തിരച്ചിലുകളും മറ്റും നടക്കുന്നുണ്ട്. ഇപ്പോഴെന്തായാലും ഈ രക്ഷാപ്രവർത്തകർ എത്തിയ സ്ഥലത്ത് അത്തരമൊരു സംഭവം ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തകർ അത് കണ്ടെത്തുന്നതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ജീപ്പ് കാണാം. ഈ ജീപ്പ് പൂർണ്ണമായി തകർന്ന നിലയിലാണ്. ഇതുപോലെയുള്ള ഈ ചൂരൽമല എന്നത് വയനാട്ടിലെ ഒരു ചെറിയ ടൗൺ ആണ്, ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അവിടെയുള്ള കടകളും എല്ലാം തന്നെ പൂർണ്ണമായി തകർന്നിരിക്കുന്നത്. അതായത് ഈ പുഞ്ചിരിമലയിലും അതുപോലെ തന്നെ മുണ്ടക്കായലും ഉണ്ടായ ഈ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലും ഇങ്ങോട്ട് ഒലിച്ചെത്തി. അവിടെയുള്ള കാഴ്ചകളാണ് ഇത്. ഈ രീതിയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണുള്ളത്. നിരവധി പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ആ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പരമാവധി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടക്കുമ്പോഴും ഈ പല ഭാഗത്തും ഇങ്ങനെ ആളുകളെ